ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി വരികയല്ലേ നമ്മൾ. ഒരുപാട് കേട്ടല്ലോ, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു സ്വഭാവം, കസറത്തു സുആൽ, അവർ ചോദിക്കൽ നല്ലോണം ചോദിച്ചറിയും. അൻ അഹ്വാലി അസ്ഹാബിഹിം, അവരെ കൂടെയുള്ള കൂട്ടുകാരുടെയും കൂടെ കൂടുന്നവരുടെയൊക്കെ അവസ്ഥകൾ എന്താ നല്ലോണം ചോദിച്ചറിയും. അത് നല്ലൊരു സ്വഭാവമാണല്ലോ. എന്തൊക്കെ എന്റെ വർത്താനം, എന്റെ അവസ്ഥ എന്താ, ജോലി എന്താ, തൊഴിലെന്താ, ജീവിതമാർഗം എന്താന്നൊക്കെ ചോദിക്കൂലെ. ഉപധാരിക്ക അവരെ ചോദിച്ചറിയത് പരിഹസിക്കാനും കളിയാക്കാനൊന്നും അല്ല. ഈ അജനൻ യുവാസൂഹും, അവരെ സഹായിക്കണം ഇവർക്ക്, അതിനു വേണ്ടിയിട്ടാ. ഇമാജുനയിലെ അവർക്ക് ആവശ്യമാവുന്ന കാര്യം എന്താണോ അതുകൊണ്ട് ഇവർ അവരെ സഹായിക്കും. അതിനുവേണ്ടി ചോദിച്ചറിയാണ്. അതെന്തൊക്കെ ആവശ്യങ്ങൾ വരാമിനത്താല്, ഭക്ഷണത്താല്, അതുപോലെ തന്നെ സിയാബി, വസ്ത്രത്താല്, പന്നുക്കോരി, നാണയങ്ങള്, ദുയൂനി, കടങ്ങൾ വീട്ടുക, ഹുമൂമ്, മുഖ്യമായ ആവശ്യം ഹമ്മുകൾ എന്തൊക്കെ ഏറ്റെടുക്കുക. ലാമജാനൻ, എന്താ വെറുതെ അല്ല, വെറുതെ ഒന്നല്ലേ ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ചോദിച്ചാൽ പരിഹാരം കാണും. വാതിൽ ഹുലുക്കു, എന്നാൽ ഈ സ്വഭാവം സോറഹിലു ഉറബ ഈ ആദൽ സമാൻ, ഈ കാലഘട്ടത്തിൽ ഇത്ര നല്ല സ്വഭാവക്കാരില്ല. ഇതിന്റെ അഹിലുകാർക്ക് വിദേശികളായി കിടക്കണം, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇന്നത്തെ ജനസമുച്ചയം ഈ പറഞ്ഞതിന് നേരെ എതിരാണ്. കൊടുക്കറിയൂല, ഒന്നും ചോദിച്ചറിയില്ല, അപൂർവേ ഉള്ളൂ നഷ്ടം. ഓ റുബമായ സാഹിബ്, ചോദിച്ചറിഞ്ഞാൽ തന്നെ സംഘടനപരമായിട്ടപ്പോ ഇപ്പൊ സംഘടനക്കാർ ഇഷ്ടം പോലുള്ളത് കൊണ്ടും രാഷ്ട്രീയക്കാരും ഒക്കെ പക്ഷപാതം കാണിക്കും. അതിലൊന്നും പെടാതെ ആരും കുറ്റം പറയാതെ പരസ്യമായി വരാത്ത കുറെ ആൾക്കാരുണ്ട്. ഓൽക്കാരോട് കൊടുക്കൂല, ഓലെ പറ്റിയത് ആരും അറിയില്ല. അങ്ങനെയാണല്ലോ. എന്നാ ഈ ചോദിച്ചറിയിലൊക്കെ അങ്ങനെ വേണം, നല്ലതാ. ഇത് അർഹരായ ആൾക്കാർ കൊടുക്കണം. ഇവരിൽ ഒരാൾ തന്റെ കൂട്ടുകാരനോട് ചിലപ്പോ പറയും, ഈഷ് ഹാലിക്, നിന്റെ അവസ്ഥ സുഖല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ യഖൂൽ, അവസ്ഥ എന്താ ചോദിക്കുമ്പോ അയാൾ പറയും ത്വയ്യിബുൻ, നല്ലതാണെന്ന് പറയും. എന്നിട്ട് വയക്കുത്തുമ്പോ അമ്രോ, അദ്ദേഹത്തിനുള്ള കാര്യം മറച്ചു വെക്കും. അതുകൊണ്ടാ അദ്ദേഹം അറിഞ്ഞതുകൊണ്ട്. എന്താണത്? ഫറായ കൽബി സ്വാഹിബിഹി മിൻഹു, അവന്റെ കൂട്ടുകാരന്റെ ഹൃദയം അവനെ തൊട്ടായി ഒഴിവായിപ്പോയി. അങ്ങനെ ഒഴിവായിപ്പോകും എന്നതുകൊണ്ട് ഇവൻ അറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞു പോയത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മറച്ചു നല്ലതെന്ന് പറഞ്ഞു. അന്ന കൗരു ഈഷ് ഔ ഹാലുക്കും, നിങ്ങളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചത് ഈ വാക്ക് കലാമുൻ, അതൊരു കലാമാണ്. ഹുക്കുമിൽ ആദത്തി, പൊതുവെ എല്ലാവരും ചോദിക്കുന്നത് വിധി പ്രകാരം നല്ലതാന്ന് പറഞ്ഞു നടക്കും. മിൻ വൈരി സമ്പത്തിന് ഒരു ഫലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കലാമാണ് ഇത്. കമാഹുവ മുഷാദൻ, അങ്ങനെയുള്ള കാണപ്പെടുന്ന എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മല എന്ന് മാത്രമല്ല നടന്നു പോകുന്ന തന്റെ സഹോദരന്റെ അരികെ നടന്നു പോകുന്നവൻ അധികരിച്ചും പറയുന്നത് ഈഷാലുക്കും എന്നവനാണ്. വലായന്തതൊരു ജവാബ്, അവൻ മറുപടിയൊന്നും പ്രതീക്ഷിക്കൂല, ചോദിച്ചൊറ്റ പോക്ക. അവന് വലച്ചായി ചോദ്യകർത്താവ് എത്തറബസു, നിരീക്ഷിക്കുന്നില്ല. അത്ത എന്നതൊരു ജവാബെ അവൻ നോക്കുന്നത് വരെ, നോക്കാൻ വേണ്ടി സായിലെന്താവുന്നില്ല, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ല. വൽ മസ്ഊലു, എന്ന ചോദിക്കപ്പെട്ട വ്യക്തി യുകല്ലിഫു നഫ്സുഹു, തന്റെ നഫ്സിനോട് കീർത്തിക്കും. അന്നുത്തഖബിൽ ജവാബി, മറുപടി കൊടുക്ക് എന്നതുകൊണ്ടായിരിക്കും കീർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കീർത്തിക്കുന്ന ഒരു മസ്ഊലുമില്ല അവിടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒമിൻഹുന, ഇവിടത്തിൽപ്പെട്ടതാണ് എന്ത്? കാന സയ്യിദി അലിൽ ഖവ്വാസ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആര്? സയ്യിദ് അലിൽ ഖവ്വാസ് എന്നവർ പറയാണ്, ഇല്ലം യകുൻ അഹദുകും ആസിമൻ അലാ മുവാസാതി അഖീഹി, തന്റെ സഹോദരനെ സഹായിക്കണം എന്നതിന്റെ മേൽ നിങ്ങൾ ആരും ഒരാളും ദൃഢമായി ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ
അല്ലെങ്കിൽ അവന്റെ പ്രയാസങ്ങളും വിഷമവും സഹിക്കണം. അതിന്റെ മേലും ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ അവിദ്വായിലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യന്മാരും ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയല്ല ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഫലയഖൂലന്നലഹു, അപ്പൊ അവരെന്താ ഇവനോട് ചോദിക്കാൻ പാടില്ല എന്ത് ഷാലുക്കും, അപ്പൊ അങ്ങനെ ഒരിക്കലും പറയരുത്. അതിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാ കരലി അന്നഹു നിഫാഖൻ, അങ്ങനെ വരുമ്പോ കാപ്പട്യമായി മാറും. അത് ഒന്ന് മറച്ചു മാറി ചോദിക്കല്ലേ. മഹാൻ പറയുന്നു, ഇതാ കുൽത്തലി സാഹിബിക്ക, നിന്റെ കൂട്ടുകാരോട് നീ ചോദിച്ചാൽ കൈവാസ്വഹിത്ത എന്ന് ചോദിച്ചാൽ നീ എങ്ങനെ പ്രവാസമയമായെന്ന് ചോദിച്ചാൽ വഹാലക്ക, നിന്നോടവൻ പറയും ഇന്നീ മുഹത്താശൈ, ഒരു വസ്തുവിലേക്ക് ഞാൻ ആവശ്യമുള്ളവനാണ്. അൻഹു, അങ്ങനെ എന്താണെന്നറിയാമോ ചോദിക്കും. വസ്തുവിലേക്ക് എന്തൊക്കെ ആവശ്യമാകും അതൊക്കെ അങ്ങനെ പറയും. വനം തുവത്തി ആജത്തുഹു, എന്നിട്ട് ഓരോ ആവശ്യവും കൊടുത്തു ചെയ്തില്ല. അവനത്തോട് തല തിരിഞ്ഞ് തലാമയത്ത് അനുമാനത്തോട് തിരിഞ്ഞു കളഞ്ഞ് ഓന്റെ ഹക്കൊന്നും കൊടുക്കൂല്ല. അപ്പൊ പിന്നെ കൗലുക്കാലഹു, ഇതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊന്നും കൊടുക്കാതെ വിടുന്നിടത്തുക്കടെ പറയണത്. ഇപ്പൊ കൗലുക്കലഹു, അപ്പോൾ നിന്റെ വാക്ക് അദ്ദേഹത്തോട് കൈവാസ്മാത്ത ഇതിന് ചോദിച്ചത് സുഖിയ തമ്പി, അതുകൊണ്ട് പരിഹരിച്ചുകൊണ്ടാ ചോദിച്ചത്. വഹാദാഹുവൽ ഖാലിബ്, ഇങ്ങനെ പരിഹാസ ചോദ്യമാണ് കൂടുതലുള്ളത്. അലാഹുവാൻ, ഈ കാലഘട്ടത്തിലുള്ള തന്റെ കൂട്ടുകാരുടെ അവസ്ഥയുടെ മേൽ ഇങ്ങനെയൊക്കെയാണ് മികച്ചു നിൽക്കുന്നത് എന്നർത്ഥം. വഖദ് സമയത്തു സയ്യിദി അലി അൽ ഖവാസ് റഹിമഹുല്ലാഹു തആല യഖുൽ, മാൻ പറയുന്നു ഞാൻ കേട്ടോ, ഇന്നമാ കാനൂ യസ്അലുഹും ബഅദാ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമായിരുന്നു അനഹ്വാലിം, അവരുടെ അവസ്ഥകളെ കുറിച്ച്. എന്തിന്? ലിയുനബ്ബിഉൽ ഗാഫില അലാ ശുക്രില്ലാഹി തആല, അള്ളാഹ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിന്റെ മേൽ അശ്രദ്ധവാനായവരെ വളർത്താൻ വേണ്ടിയിട്ട് പറയും. ലിയുനബ്ബിഹു, അവർ വളർത്താൻ വേണ്ടി ഗാഫില. അങ്ങനെ വയസ്കുർഹു, അങ്ങനെ അവരെന്താണ് അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തും. ഫയസ്ലുഹു വലഹും, അവർക്കും അദ്ദേഹത്തിനെല്ലാവർക്കും കിട്ടും. അൽ ഖൈറു ബിദാലിക, അതുകൊണ്ടുള്ള ഗുണം എന്താണത് എല്ലാവർക്കും കിട്ടും. വബിൽ ഹദീസ്, ഹദീസിൽ കാണാമല്ലോ എന്ത്, അന്ന റജുലൻ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബിയോട് ഒരാൾ ചോദിക്കുന്നു, കൈവാസ്ബഹത യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ എങ്ങനെ പ്രവാസമയത്തിലായി എന്നുള്ളത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അസ്ബഹതു ഖൈറൻ മിൻ നാസ് മൻ യഊദു മരീളാ എന്ന്. അസ്ബഹത്ത ഖൈറൻ മിൻ നാസ്, ജനങ്ങളെക്കാൾ നല്ല ഗുണമുള്ളവരായി നല്ല പതിലുള്ളവരായി ഞാൻ നേരം പേറുന്നു. ലം യഊദു മരീളാ, ആരും രോഗിയെ സന്ദർശിക്കാൻ പോയിട്ടില്ല. ജനാസയിൽ അവർ പങ്കെടുത്തിട്ടുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളാക്കാൾ ഉത്തമം ഇവർ തന്നെയാണ്. ചോദിക്കപ്പെടുകയുണ്ടായി, കൈവാസ്ബഹത, നീ എങ്ങനെയാണ് പ്രവാസ സമയത്തിലായത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തആല പറയും, അസ്ബഹതു അബ്ദൻ ദലീലാ, അസ്ബഹത അബ്ദൻ ദലീലൻ ലിറബ്ബി ജലീൽ, ജലീലായ റബ്ബിനോട് നീ അനീതിയായി വളരെ എളിമം നിന്നെ നിസ്സാരനുമായി കൊണ്ട് ഞാൻ നേരം വരുന്നു. അങ്ങനെ അസ്ബഹത്തുമാകുമ്പോൾ ആ കാര്യം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടവനായി. ഹസൻ ബസരി, ഒരിക്കൽ ഹസൻ ബസരി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി റഹ്മത്തുള്ളാഹി, കൈവാസ്ബഹത, നിങ്ങൾ എങ്ങനെ പ്രവാസമയം ആയത്? ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, അസ്ബഹതു ഹനീഫൻ മുസ്ലിമാ ലാ ഉശ്രികു ബില്ലാഹി ശൈഅൻ. ആരെന്താണെന്നറിയാമോ? ഹനീഫ മുസ്ലിമ, സത്യമതത്തിലേക്ക് ചാഞ്ഞവനായ മുസ്ലിമായവനായി ഞാൻ. ലാ ഉശ്രികു ബില്ലാഹി, അല്ലാഹു തആലാക്ക് ഞാൻ പങ്കു ചേർക്കൂല ശൈഅൻ, ഒന്നിനെയും. ഇങ്ങനെ മാലിക് ദീനാർ റഹ്മഹുല്ലാഹു തആല, മാലിക് എന്നോട് പറയപ്പെടുകയുണ്ടായി, കൈവാസ്ബഹത, നീ പ്രവാസ സമയം എങ്ങനെയായിരുന്നു?
അപ്പോൾ അദ്ദേഹം പറയുന്നു ലാതിരി, ഞാനൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ അങ്കലിമു രാജന്നത്തിനോ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പോകുവാൻ എനിക്കറിയൂല. ഫക്കീൽ അലിമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി, കൈവാസ് ബഹ്ത, നീ എങ്ങനെയായത്? ഫഖാല അസ്ബഹ്തു റബ്ബി, അങ്ങനെ ഞാൻ എന്തായി സാവഹിച്ചു, ആക്കില റിസ്ഖി റബ്ബി, എന്റെ റബ്ബിന്റെ ഭക്ഷണം നിന്ന് കഴിക്കുന്നതിനോട് അദ്ദേഹത്തിനോട് ഞാൻ എന്തായി ക്ഷമിച്ചു. വലാഖു ശുക്രിഹി, എന്താ ചോദിക്കുന്നത്? അങ്ങനെ ചോദിച്ചപ്പോ കാലായിമാ സാബിതങ്ങൾ പറയുന്നു, അസ്ബഹ്തു, ഞാനായി റബ്ബി, എന്റെ റബ്ബിന്റെ റിസ്ക് തിന്നുന്നവനായി മാറി. വലാഖു ശുക്രി, അവൻ നന്ദി രേഖപ്പെടുത്തലുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല. വഖദ് ഖീല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിയോട് പറയപ്പെടുകയുണ്ടായി, എന്ത് കൈവാസ്ബഹ്ത? ഫഖാല അസ്ബഹ്തു ലാ അംലികു നഫ്അ മാ അർജു വലാ അസ്തതിഉ ദഫഅ മാ ഉഹാദിറു. എന്താ പറഞ്ഞത്? ഞാനൊന്നും ഉടമയാക്കിയിട്ടില്ലോ, ലാംലികു നഫ്അ, ഒന്നിന്റെ ഉപകാരം ഞാൻ എടുത്തിട്ടില്ല, അർജു ആഗ്രഹിക്കുന്നത്, വലാ അസ്തതിഉ എനിക്ക് കഴിയൂല, ദഫഅ മാ ഉഹാദിറു അവർ പേടിക്കുന്ന ഒന്നിനെ ദഫഅ ചെയ്യുക, അതിനുവേണ്ടി ചെയ്യേണ്ടതാണ്. വാനമുർത്തഹിനും അമലി, എന്റെ അമല് കൊണ്ട് പണയം വെക്കാൻ പോകുന്നത് അമല് ഉണ്ടാവില്ല, അയാള് പണയം വെച്ച് പൈസ ഉണ്ടാവും. അപ്പൊ അതിനകത്തെന്താ ഇവിടെ കൂട്ടി കൊടുക്കേണ്ട ബന്ധം വരിക? അപ്പൊ നോക്കട്ടെ എന്താ പറഞ്ഞത് അറിയോ? ഇമാം സാഹിബിയോട് ചോദിക്കണം, കൈവ അസ്ബഹ്ത? വഖാല അസ്ബഹ്തു ആക്കിലു റിസ്ഖ റബ്ബി, ഞാൻ സുഖമായി ജീവിക്കുന്നുണ്ട്, എന്റെ റബ്ബിന്റെ ഭക്ഷണം തിന്നുന്നവനായി എന്തായി? ഞാൻ അസ്ബഹ്തു ആക്കില. വലാഖു ശുക്രി, അവൻ നന്ദി രേഖപ്പെടുത്തുകൊണ്ട് ഞാൻ നിന്നിട്ടില്ല. പറയപ്പെടുന്നു, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയോട് ചോദിച്ചു, കൈഫ അസ്ബഹ്ത, താങ്കൾ എങ്ങനെ പ്രഭാസമയത്തിലായിരുന്നു? താങ്കൾ എങ്ങനെയായി? എങ്ങനെയുണ്ട്? സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഫഖാല അസ്ബഹ്തു ലാ അംലികു നഫ്അ മാ അർജു, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നിന്റെ ഉപകാരം ഞാൻ ഉടമയാക്കിയിട്ടില്ല. വലാ അസ്തതിഉ ദഫഅ മാ ഉഹാദിറു, ഞാൻ പേടിക്കുന്നവർ തടുക്കാനുള്ള കഴിവ് എനിക്കില്ല. വാനമുർത്തഹിം ബി അമലി, എന്റെ അമല് കൊണ്ട് ഞാൻ പണയം സ്വീകരിച്ചിരിക്കുകയാണ്. അൽ അംറു കുല്ലുഹു, എല്ലാത്തിന്റെ അംറ് ബിയദി ഗൈരി, ഞാൻ അല്ലാത്തയുടെ കയ്യിലാണ്. വലാ ഫഖീറ, ഒരു ഫഖീറുമില്ല, അഫ്ഖറ മിന്നു, ഇതിനേക്കാൾ ഫഖീർ ഇല്ല, ഇതിനേക്കാൾ അഫ്ഖറായ ഫഖീറില്ല. ഫഖീല പറയപ്പെട്ട് ഉബൈ ഇബ്നു ഹൈസം റഹ്മഹുല്ലാഹു തആല, കൈഫ അസ്ബഹ്ത, നീ എങ്ങനെയായിട്ടെന്ന് ചോദിക്കാം. ഖാല അസ്ബഹ്തു ളഈഫ മുദ്നിമൻ ആകില റിസ്ഖ റബ്ബി, എന്റെ റബ്ബിന്റെ ഭക്ഷണം കഴിക്കുന്നവനാണ് ഞാൻ, തെറ്റ് ചെയ്യുന്നവനാണ് ഞാൻ, ദുർബലനാണ് ഞാൻ. അങ്ങനെയായി. അംറ, അങ്ങനെ വായിച്ച് അമ്രു അദ്ദേഹം അള്ളാന്റെ കൽപ്പനയ്ക്കാൻ എതിർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഫഖീല പറയപ്പെട്ടിട്ടുണ്ടല്ലേ അബി ദർദാ റളിയല്ലാഹു ചോദിച്ചു, അല്ലാഹുവോട് ചോദിക്കുന്നത്, കൈഫ അസ്ബഹ്ത, നീ എങ്ങനെയുണ്ട്? ഫഖാല, അബൂ ദർദാ റളിയല്ലാഹു പറയാ, അസ്ബഹ്തു ബി ഖൈർ, ഞാൻ ഖൈർ കൊണ്ടാണ് പ്രവാസ സമൂഹത്തിലായത്. ഇന്നജൗതു മിനന്നാർ, നരകത്തെ തൊട്ട് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ. ഈ വഖീൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു ചോദിക്കപ്പെട്ടിട്ടുണ്ട്, കൈഫ അസ്ബഹ്ത, തങ്ങൾ എങ്ങനെയായി? ഫഖാല അസ്ബഹ്തു ബി ഉംരി യൻഖുസു, ചുരുങ്ങിപ്പോകുന്ന ആയുസ് ഞാനായി മാറി. ഫദുനൂബുൻ തസീദു, കൂടുതലുള്ളതായിരിക്കുന്ന പാപങ്ങൾ. ഹാമിദുൽ ലിഫാഫിനോട് പറയപ്പെടുകയുണ്ടായി, കൈഫ അസ്ബഹ്ത? ഖാല സുലൈമാൻ കൈഫ അസ്ബഹ്ത, അങ്ങനെയാണ്. ഹാമിദുൽ ലിഫാഫിനോട് ചോദിക്കുകയാണ്, താങ്കളിപ്പോ എങ്ങനെയായി? എന്താ നമുക്ക് ചോദിക്കൂല, എങ്ങനെയുണ്ട് ഇതില്ലേ? അയാൾ ചോദിച്ചപ്പോ ഖാല സലീം ആഫി, ഞാൻ ആരോഗ്യമുള്ളവൻ, രക്ഷപ്പെട്ടവൻ, ഒന്നുമില്ല, കുഴപ്പമില്ലാറും. അദ്ദേഹത്തെ പറയുന്ന ഹാമിദ് അസ്സലാം അലാഫിയ എന്ന് പറഞ്ഞുകൂടെ? ഇന്നമായക്കൂന ബാദ മുജാവത്തി സുറാത്ത് പാലം വിട്ട് കിടക്കുന്നതിന് ശേഷം രണ്ടും ഉണ്ടാവുള്ളൂ. അപ്പൊ ജന്നത്തിലെ സ്വർഗത്തിലെ പ്രവേശനം കഴിയണം.
ഹാമിദൻ. അപ്പൊ ഹാമിദ് എന്നൊരു പറഞ്ഞു സ്വതത്താം. ഫഅലം ദാലിക, കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോ, ദാലിക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെയാണ്. അല്ലാതെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നല്ല വട്ടത്തിൽ സ്വന്തം നന്നാകല്ല, എല്ലാരും നന്നാക്കാൻ നോക്കും.